പ്രിയ സുഹൃത്തുക്കളെ, മെരിയ ജോസഫ് എന്ന് പറയുന്ന ഇവനെ നിങ്ങൾക്കറിയാമല്ലോ. ഇവനാണ് പഴയ നമ്മുടെ സുലൈമാൻ മുസ്ലിം മതത്തിൽ നിന്നും മതം മാറി മെരിയ ജോസഫ് ആയി ഭാര്യയെ ഡിറ്റോ ബോക്സ് കൊണ്ട് അടിക്കുകയും ഇവന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇവൻ പ്രശസ്തനായിരുന്നു. ഇവൻ വലിയ ക്രിസ്ത്യാനി മതത്തിലോട്ട് മാറിയിട്ട് ഇവൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവൻ കുറച്ച് നാൾ കൊണ്ട് മുസ്ലിം മതത്തിനെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ വീഡിയോകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷേ അൻസാരി ഉസ്താദ് ഇവനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അൻസാരി ഉസ്താദ് കാരണമാണ് ഞാൻ ഇവന്റെ വീഡിയോ കാണാൻ തുടങ്ങി. ഇവന്റെ ഓരോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇവനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോൾ ഇവൻ തന്നെയാണോ, ഇവന്റെ സുഹൃത്തുക്കളാണോ, അല്ലെങ്കിൽ ഇവന്റെ ആരാധകരാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ആ 200 സബ്സ്ക്രൈബർ ഉണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു പോയത്. എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എനിക്ക് ഉള്ള സബ്സ്ക്രൈബറും ഉള്ള വ്യൂസും ഒക്കെ മതി. ഞാനൊരു മൂന്നാം കട ചാനലാന്നൊക്കെയാണ് പറഞ്ഞത്. പോട്ടെ. പക്ഷേ എങ്കിൽ ഞാൻ ഈ പറയാൻ കാരണം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഈ വരുന്ന വീഡിയോ ഒന്ന് കണ്ടു പോകണം. ഇവനെ പോലെ ഇത്രയും വിഷം തുപ്പുന്നവൻ ശശികല മേഡം പോലും, നമ്മുടെ ശശികല അവർ പോലും ഇത്രയും വിഷം തുപ്പത്തില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും വിഷമാണ് ഇവൻ തുപ്പുന്നത്. അൻസാരി ഉസ്താദിനോടും പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടും ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ക്രിസ്ത്യാനി മുസ്ലിം എല്ലാവരും ഒരുപോലെയാണ്, മതം എല്ലാവരും ഒരുപോലെയാണ്. ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു എല്ലാം ഒരുമിച്ച് ജീവിക്കണം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി ഇവനെക്കുറിച്ച് ഒരു കമൻറ്റോ ഇവനെക്കുറിച്ച്. ഞാൻ എൻ്റെ അവസാനമായിട്ടാണ് ഇവനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകണം. അതുപോലെ അൻസാരി ഉസ്താദ് ഇവനെക്കുറിച്ച് ഈ വീഡിയോ കണ്ടാലും അൻസാരി ഉസ്താദ് ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയരുത്. കാരണം ഇതിലൂടെ അവൻ കാശ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അവകാശപ്പെടുന്ന ഒരു ഈസാൻ നബി ഉണ്ടല്ലോ, ആ ഈസാൻ നബിക്ക് എന്താ സംഭവിച്ചത് ഗുഡ് ഫ്രൈഡേ എന്നുള്ളത് നമ്മളൊന്നറിയണം. മുസ്ലിമീങ്ങളുടെ ഖുർആൻ 4:157 وما قتلوه وما صلبوه ولكن شبه لهم. യഹൂദന്മാർ പറയുന്നു ഞങ്ങൾ യേശുവിനെ ക്രൂശിച്ചു എന്ന്, കൊന്നു എന്ന്. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. ആദ്യം പറയാനുള്ള ഒരു കാര്യം, യഹൂദന്മാരല്ല യേശുവിനെ ക്രൂശിച്ച് കൊന്നത്, അത് റോമൻ പടയാളികളാണ് എന്നത് ആദ്യം ഓർക്കുക. അപ്പൊ ഖുർആൻ എഴുതിയ ആള് ആരാണെങ്കിലും പൊട്ടനാണ്, ആ പറഞ്ഞത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ക്രൂശിച്ചില്ല, അവർക്കങ്ങനെ തോന്നിയതാണ്. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്കങ്ങനെ തോന്നി എന്നാണ്. യേശുവിനെയും യൂദാസിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും അത്രേ. അതായത് ഒരേപോലെ മുടി വളർത്തി താടി വളർത്തി കണ്ട ചേട്ടാനിയന്മാരെ പോലെ ഇരിക്കും, ഒരു അമ്മയുടെ ഉദരത്തിൽ പിറന്നവരെ പോലെ ഇരിക്കും. അന്നത്തെ കാലത്ത് ട്യൂബ് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് പ്രകാശമൊന്നും രാത്രിയിലില്ല. ഗത്സമൻ തോട്ടത്തിൽ അർദ്ധരാത്രിയിൽ യേശു ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യൂദാസ് യേശുവിന് ഒറ്റിക്കൊടുക്കാൻ ചെല്ലുക. അവിടെ യൂദാസ് എല്ലാവരോടും എന്താ പറഞ്ഞ, ഞാൻ ഉമ്മം കൊടുക്കുന്നവനാണ്, യേശു പിടിച്ചോളാനാണല്ലോ പറഞ്ഞത്. അങ്ങനെ യൂദാസ് വന്ന് യേശുവിന് മുത്തം കൊടുത്ത സമയത്ത് റഫ അല്ലാഹ്, ദൈവം അല്ല എന്ത് ചെയ്തു, യേശുവിനെ അപ്പം തന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് ഉയർത്തി കളഞ്ഞു. എന്നിട്ട് യൂദാസിന് യേശുവിന്റെ കോല ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ തന്നെ അതേ കോലാണ്, പിന്നെ സെക്കൻഡ് കൊണ്ട് അല്ല മാറ്റി. അങ്ങനെ യൂദാസ് യേശുവാണെന്ന് കരുതി അവിടെയുള്ള എല്ലാ ആളുകളും വന്നു, യൂദാസിനെ പിടിച്ചു, അടിച്ചു, ഇടിച്ചു, ദ്രോഹിച്ചു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും യൂദാസിന്റെ തൊലിയൊക്കെ പറഞ്ഞു കിടക്കല്ല, ചമ്മട്ടി അടിയൊക്കെ കൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം യൂദാസിനെ കൊണ്ടുപോയിട്ട് ക്രൂശിൽ തറച്ചു. ഇത് എല്ലാവരുടെയും വിചാരം യേശുവാണ്, ലക്ഷ്യം യേശു, പക്ഷെ യൂദാസിനെയാണ്. അതുകൊണ്ടാണ് യൂദാസ് അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായില്ല, ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആള് മാറിപ്പോയി എന്ന്. പിതാവേ ഇവര് ആള് മാറിപ്പോയത് അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ യൂദാസിനെയാണ് കൊന്നത്, യൂദാസിനെയാണ് അടക്കിയത് എന്നാണ് അന്ന് ഉസ്താദ് അറബി കോളേജിൽ വെച്ച് പഠിപ്പിച്ചത്. ഇന്നും അത് ഓർക്കുമ്പോൾ ചിരി വരികയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ അള്ളയാണ്. ഐ റിപ്പീറ്റ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയൻ. നമ്മളെ ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും എല്ലാം ഒരുമിച്ച് ഒരു മനസ്സോടെ തന്നെ നമ്മുടെ നാട്ടിൽ ജീവിക്കണം. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ദൈവങ്ങളെ വിശ്വസിച്ച് അവർ നല്ല രീതിയിൽ ജീവിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി.